ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു ഈസി റെസിപ്പി വീഡിയോ ആണ്. നമുക്ക് ഇഫ്താറിനും റമദാനിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കപ്പ് പാല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 3 കപ്പ് എന്ന് പറയുമ്പം 250 ml കപ്പിന് 3 കപ്പ് പാലിട്ടാൽ. പിന്നെ വെള്ളം ചേർക്കാത്ത പാലെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു അളവിന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 പേർക്ക് സെർവ് ചെയ്യാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും. പാലൊന്ന് നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ തന്നെ നോർമലായിട്ടുള്ള ഒരു മധുരം ഉണ്ടാവും. നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കൂടെ തന്നെ ഞാൻ 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മധുരം ഇത്ര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്കിൽ മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ടാ. പാൽപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടോടുക്കെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാല് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൽ പാൽപ്പൊടി ചേർത്തതിൻ്റെ ഒരു ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അങ്ങനെ അരിക്കണില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ തന്നെ അത് മെൽട്ടായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ അരിച്ചിട്ടില്ല, ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ പാല് നല്ലോണം ചൂടെല്ലാം ആറിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ജൗവരിയില്ലേ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നല്ലോണം ചൂടായ ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് ജൗവരി, സാഗോ സീഡ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ അവിടെ ജൗവരി എന്നാണ് കേട്ടോ പറയൽ. അപ്പോൾ അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിന് 1/2 കപ്പ് മതിയാവും കേട്ടോ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്കായി വരണം കേട്ടോ. അതിൻ്റെ വൈറ്റ് പോർഷൻസ് എല്ലാം മാറിയിട്ട് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ അത് കുക്കായി വന്നോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കസ്കസില്ലേ അത് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച പാല് നല്ലോണം ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പാലിവിടെ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഡെസേർട്ട് 2 ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് ലൂസിലും ഒന്ന് തിക്കായിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലൂസായിട്ടുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അതാണ് കേട്ടോ ഇഷ്ടം. തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ച സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്ക് കൺസിസ്റ്റൻസിലും ആക്കിയെടുക്കാം കേട്ടോ. ടേസ്റ്റ് രണ്ടും സെയിം ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ബദാം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ടാണ് കേട്ടോ ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ചെറിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറി എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് ഏത് ഫ്രൂട്ടാണോ അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 ടൈപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുപ്പും അതേപോലെ തന്നെ ചുവപ്പും പച്ച കളർ 3 ടൈപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വ്യത്യസ്ത കളറിലുള്ള ഫ്രൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറുപഴമല്ലേ അതാണ്. ഇതിന് പകരം റോബസ്റ്റ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആപ്പിൾ ഞാൻ തൊലി കളയാണ്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. തൊലി കളഞ്ഞിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ജസ്റ്റ് കാണാനുള്ളൊരു രസത്തിന് വേണ്ടിയിട്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ.
നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്യാം. കിവി ഉണ്ടെങ്കിൽ കിവി എടുക്കുക, അതേപോലെ തന്നെ അനാർ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ചൊവ്വരിൻ്റെ കൂടെ ഈ കസ്കസും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു രസമാണ്, പിന്നെ കാണാനും നല്ലൊരു ലുക്കും കൂടി ഉണ്ടാവും കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 to 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഡെസേർട്ടിന് നല്ലൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് പോലെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഐസ്ക്രീം ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഏലക്കായ ഇല്ലേ, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഈസി ആയിട്ടുള്ള ഫ്രൂട്ട് ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പം ഇത് കാണാൻ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഇതൊന്ന് സെറ്റാവും കേട്ടോ. ജസ്റ്റ് ചെറിയൊരു തിക്ക് വരും. ഇതെന്ന് പറയുമ്പം കസ്റ്റാർഡ് എല്ലാം പോലെ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഡെസേർട്ടൊന്നും അല്ല കേട്ടോ. ഒരു മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള, നമുക്ക് നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ്താറിനെല്ലാം ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് പ്രത്യേകം തണുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. തണുത്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ബൈ ബൈ.